നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുതുതായി പ്രവർത്തനമാരംഭിക്കാൻ പോകുന്ന ആൽഫ മൂവാറ്റുപുഴ സെന്ററിന് ആൽഫ കൊച്ചി സെന്റർ വാക്കറുകൾ, കട്ടിലുകൾ, എയർ ബെഡുകൾ, ബാക്ക് റെസ്റ്റ്, കമ്മോഡ് ചെയറുകൾ തുടങ്ങി നിരവധി ഉപകരണങ്ങൾ സമ്മാനിച്ചു. കൊച്ചി സെന്ററിൽ നടന്ന ചടങ്ങിൽ കൊച്ചി സെന്റർ പ്രസിഡന്റ് സുബൈദ റഹീം, സെക്രട്ടറി പ്രൊഫസർ രവി ദിവാകരൻ, ട്രഷറർ തോമസ് വർഗീസ്, വൈസ് പ്രസിഡന്റ് സുബിത MM തുടങ്ങിയവരിൽ നിന്ന് മൂവാറ്റുപുഴ സെന്റർ പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ഒരു വാഹനം നിറയെ ലഭിച്ച സമ്മാനത്തിന് നന്ദി പ്രകടിപ്പിച്ച് അഷ്റഫ് മാണിക്യം വൈകാരികമായി ആൽഫ തറവാട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത മെസ്സേജ് ആൽഫ കുടുംബത്തിനാകെയുള്ള അഭിനന്ദനവും നന്ദിയുമായി മാറി. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ ഓരോ ആൽഫ സെന്ററിനും അതിന് നേതൃത്വം നൽകുന്നവർക്കും കഴിയട്ടെ എന്ന് ഡെയിലി ന്യൂസ് ആശംസിക്കുന്നു. ആൽഫ ചാലക്കുടി സെന്ററിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ പണി പൂർത്തീകരണത്തിലേക്ക് ചാലക്കുടി സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി 1,49,000 രൂപ സമ്മാനിച്ചു. സൊസൈറ്റി ഡയറക്ടർമാരായ KM മാത്യു, ഡോക്ടർ മാത്യു എന്നിവരിൽ നിന്ന് ചാലക്കുടി സെന്റർ ട്രഷറർ ലീല പൗലോസ് ചെക്ക് ഏറ്റുവാങ്ങി. മൂവാറ്റുപുഴ പുതുപ്പാടി മരീൻ അക്കാഡമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ ആരിഷ് ക്ലബ് അംഗങ്ങൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കിടപ്പിലായവരെ പരിചരിക്കാനുള്ള 10 സ്കില്ലുകളാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരിഷ് ക്ലബ് കോർഡിനേറ്ററും സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ സുജ ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളം കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ എൽദോസ് K തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. ആൽഫ മൂവാറ്റുപുഴ ലിങ്ക് സെന്ററിലെ ഹെഡ് നേഴ്സ് സിനി KM ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.